കാലം ഗൾഫിൽ പോയിട്ടുണ്ട്. അങ്ങനെ ഗൾഫിലെത്തിയ ഉടനെ ഒരിക്കങ്ങനെ റൂമില് വെറുതെ ഇങ്ങനെ അന്തം വിട്ടിരിക്കുമ്പോ എന്റെ വീട്ടിൽ നിന്ന് എന്റെ പെങ്ങന്മാരെന്നെ വിളിച്ചു, സഹോദരിമാര് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു എന്താ പണി. അപ്പൊ ഞാൻ പറഞ്ഞു ചായ കുടിക്കുകയാണ്. അപ്പൊ എന്താ ചായ നിറങ്ങള്, തലേ ദിവസം രാത്രി വാങ്ങിയ 1 രൂപയുടെ ഹുബൂസിന്റെ പാക്കറ്റില് ബാക്കിയുള്ള ഒരു ഉണങ്ങിയ ഹുബൂസ് ഉണ്ട്. അതിങ്ങനെ കട്ടൻ ചായയിൽ മുക്കിയിട്ട് അതിങ്ങനെ ചവച്ച് എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാ ഫോൺ വന്നേ. അപ്പൊ എന്നോട് ചോദിച്ചു കാക്കു എന്താ പണി. ഞാൻ പറഞ്ഞു ചായ കുടിക്കുകയാണ്. ആ നന്നായി, എന്താ ചായക്ക് കടി. ഞാൻ പറഞ്ഞു ഹുബുസാണ്. ഹുബുസ് സൗദി അറേബ്യയിലെ പ്രസിദ്ധമായ ഹുബുസ്, അതാണ് എന്റെ ചായയുടെ കടി. അപ്പൊ നമ്മുടെ നാട്ടിലെ ഡിക്ഷണറിയില് ഹുബുസ് എന്ന വാക്കിന് പത്തിരി അർത്ഥം കൊടുത്തേ, പത്തിരി. അപ്പൊ എന്റെ സഹോദരിമാർക്ക് തോന്നിയോ കാക്കു എത്ര ഭാഗ്യവാനാണ്, എല്ലാ ദിവസവും രാവിലെ പത്തിരിയും ചായയൊക്കെ കുടിക്കാനുള്ള ഭാഗ്യം ഉണ്ടല്ലോ ഗൾഫില്. ഞാൻ പറഞ്ഞു നിങ്ങളെ കാക്കു ഭയങ്കര ഭാഗ്യവാനാണ്, എല്ലാ ദിവസവും രാവിലെ പത്തിരിയും ചായയാണ് കുടിക്കണേ. ഞാൻ നാട്ടിക്ക് വരുമ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ പത്തിരിയും വാങ്ങി വരട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ നാട്ടിൽ പോണതിന്റെ തലേ ദിവസം നല്ല 4 റിയാലിന് നല്ല മിസ്രിന്റെ ഉമിയുള്ള ഹുബുസ് വാങ്ങാൻ കിട്ടും. നല്ല ഉമിയൊക്കെ ഉണ്ടാവുമേ ചൂടുള്ളത്. അത് 4 പാക്കറ്റ് വാങ്ങിയിട്ട് എന്റെ പെട്ടിന്റെ മേലെ തന്നെ വെച്ച് കെട്ടി. രാത്രി വീട്ടിലെത്തിയിട്ട് ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ രാവിലെ ചായക്ക് കടിയൊന്നും ഉണ്ടാക്കണ്ട, ഞാൻ ഗൾഫിൽ നിന്ന് പത്തിരി കൊടുന്നിക്കണത്. ഞാൻ നിസ്കരിച്ചു വന്നപ്പോഴും സുബൈക്ക് എന്റെ വീട്ടിലാകെ ഒരാഘോഷത്തിന്റെ പ്രതീതി. എന്താണ്, ഗൾഫിലെ പത്തിരി കൂട്ടി ചായ കുടിക്കാൻ വീട്ടിലെ കുട്ടികളൊക്കെ ഇങ്ങനെ തിക്കി തിരക്കല്ലേ. ഞാൻ പെട്ടി തുറന്നിട്ട് എല്ലാവരുടെ കയ്യിലും ഓരോ ഗൾഫിലെ പത്തിരി കൊടുത്തു. അതിങ്ങനെ കടിച്ചിട്ട് ഇഞ്ചി കടിച്ച കുരങ്ങിന്റെ മാർക്കാണ് ഇരിക്കുന്നത് ഓരോരുത്തര്. ഇത് തിന്നാൻ പറ്റുമോ എന്ന് ചോദിച്ചു എന്നോട്. ഇത് തിന്നാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു തിന്നാൻ പറ്റുമെന്നല്ല, അത് തിന്നിരിക്കണം. ഒരു കഷ്ടമെങ്ങാനും ആരെങ്കിലും ബാക്കിയാക്കിയ അടിച്ചിട്ട് തല ഞാൻ പൊട്ടിക്കും. കാരണം ഇക്കണ്ട കോൺക്രീറ്റ് ബംഗ്ലാവുകളും ഇക്കണ്ട മന്ദിരങ്ങളും ഈ നാട്ടിലെ ജനങ്ങളുടെ സമ്പത്തിന്റെ മുഴുവൻ വളർച്ചയും ഈ കടലാസ് പോലത്തെ കുബൂസുകൾ, ആ റൊട്ടികൾ തിന്ന് പാവപ്പെട്ടവരുണ്ടാക്കിയ പണമാണ് ഈ രാജ്യത്തിന്റെ പണത്തിന്റെ എല്ലാ വളർച്ചക്കും കാരണമെന്ന് ഞാൻ എന്റെ കുടുംബത്തിന് പറഞ്ഞു കൊടുത്തു. അതൊരു സത്യ.